തിരുവനന്തപുരത്ത് ഇന്ന് ഈ ഇ ഡിക്ക് നേരെ അല്ലെങ്കിൽ ഇ ഡി വന്ന് സഞ്ചരിച്ച വാഹനങ്ങൾക്കും അവർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നേരെ ഈ CPM പ്രവർത്തകർ നടത്തിയ അതിക്രമങ്ങൾ അത് ഫലപ്രദമായി തടയുന്നതിൽ എന്തുകൊണ്ട് കേരള പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യം വ്യാപകമായി ഇപ്പോൾ ഉയരുകയാണ്. കേരള പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള പ്രധാന കാരണം, ഒന്ന്, കേരള പോലീസ് ഈ വിഷയം അറിഞ്ഞിരുന്നില്ല. 2, ആക്രമണം നടത്തുമെന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ചോദിക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ ഇത്തരം സംഭവങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ കേരള പോലീസിനെ അറിയിക്കുന്നതാണ്. കാരണം അവിടെ പിണറായിയുടെ വീട് രാവിലെ ആൾ കൂടാൻ കൂടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ കുറെ ആളങ്ങ് വന്നു. സംഘർഷാവസ്ഥ വന്നു. അവിടെ പ്രകോപനം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കൂടുതൽ പോലീസിനെ നിയോഗിച്ചില്ല. ആഭ്യന്തരമന്ത്രി അടക്കം അറിഞ്ഞിട്ടില്ല ഇത്തരം ഒരു റെയ്ഡ് നടക്കുന്ന കാര്യം. ഇതിലെല്ലാം ഉപരി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കേരളം ഭരിക്കുന്നത് ഇപ്പോഴും പിണറായി പോലീസ് തന്നെയാണ്. അതായത് പിണറായി തന്നെയാണ് കേരളം ഭരിക്കുന്നത് പോലീസിന്റെ കാര്യത്തിൽ. അതാണ്, പിണറായിയുടെ ശശിയും സംഘവും തന്നെയാണ് ഭരിക്കുന്നത്. കാരണം ഇപ്പോഴും തലപ്പത്തിരിക്കുന്നവരും താഴോട്ടുള്ളവരും എല്ലാം പിണറായിയുടെ കാലത്ത് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അടിയന്തരമായി യോരന്മാർ മാറ്റിയില്ലെങ്കിൽ ഈ വീട് സാക്ഷ്യം വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ നടന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതെ, അവിടുത്തെ SHO എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം പ്രശാന്ത് എന്ന് പറയുന്ന SHOയെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത് യൂണിയന്റെ അതായത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ് ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ ഈ പോലീസുകാർ, ഈ SHO. സർക്കാരിൽ കേരളത്തിൽ DGP ആയിരുന്നു പുള്ളി. അങ്ങനെയുള്ള അയാളുണ്ട്. പിന്നെ ഇതിനകത്ത് വിന്യസിച്ച പോലീസിന് മുഴുവൻ ഇപ്പോഴും കൂറ് പിണറായി വിജയനോടാണ്, അല്ലെങ്കിൽ P ശശിയോടാണ്. അവരാണ് ഇതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്തത്. അതായത് ഇവർക്ക് നിർദ്ദേശം നേരത്തെ കിട്ടിയെന്ന് തോന്നുന്നു, നിങ്ങൾ കണ്ണടച്ചു കൊടുത്തോളൂ, ഞങ്ങൾക്ക് കയറിയൊന്ന് അഴിഞ്ഞാടാനുണ്ട്. അങ്ങനെയാണ് അഴിഞ്ഞാട്ടം നടന്നത്. വന്ന പോലീസുകാർ അവരുടെ വളരെ സൗമ്യമായിരുന്നു സംസാരിക്കുന്നത് കണ്ടില്ലേ? അവർ പറയുന്നുണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലെന്നല്ലേ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പോലീസ് ഇവരുമായിട്ടൊരു ചർച്ച നടത്തിയിരിക്കുന്നു. എന്നിട്ട് അവർക്ക് അവിടെ ഒത്തുചേരാനും ആളെ കൊണ്ടുവരാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് നടക്കുന്നത് രമേശ് ചെന്നിത്തല ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. അതായത് കേന്ദ്ര സർവീസിൽ നിന്ന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുള്ള ഒത്താശ കേരള പോലീസ് ചെയ്തു കൊടുത്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതൽ അലങ്കാരം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന ഈ കൊട്ടാര സാദൃശ്യമായ വാടക വീടിരിക്കുന്ന ഒരു ചെറിയ റോഡിലാണ്, മെയിൻ റോഡല്ലേ അത് തിരുവനന്തപുരത്തുള്ള ബേക്കറി ജംഗ്ഷനിൽ നിന്ന് റിസർവ് ബാങ്കിന്റെ നേരെ പുറകെ കൂടെയുള്ള റോഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതീവ സുരക്ഷാ മേഖലയാണിത്. റിസർവ് ബാങ്കിന്റെ ബിൽഡിംഗ് ആണ് തൊട്ടടുത്തിരിക്കുന്നത്. അതിന്റെ അടുത്താണ് ഈ പറഞ്ഞ വീട് ഉള്ളത്. അപ്പോൾ അത്രയും വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് കേരള പോലീസ് എന്തായാലും അറിയാതിരിക്കില്ലല്ലോ ഇങ്ങനെയൊക്കെ ഇവിടെ ആൾ കൂടുന്നു. അവരെന്തുകൊണ്ട് അവർ മുൻകരുതൽ എടുത്തില്ല? ഇവരെ നേരിട്ടില്ല എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇത് പിണറായിയെ സഹായിക്കാൻ വേണ്ടി പഴയ വിധേയന്മാരെല്ലാം, മാത്രമല്ല പഴയ ഗൺമാന്മാർ വെളിയിൽ നിൽക്കുന്നുണ്ട്. യവന്മാരുടെ കൂടിയാണോ ഈ ഗൂഢാലോചന നടത്തിയത്? അത് ആദ്യം അന്വേഷിക്കണം. ഇതിപ്പോ രമേശ് ചെന്നിത്തല ആദ്യം അന്വേഷിക്കേണ്ട ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഒരു മൃദു സമീപനം. മാത്രമല്ല, സോണിയാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ എതിരെ ED വന്നിട്ടുണ്ട്. അതുകൊണ്ട് ED ഇവരുടെ പൊതുശത്രുവാണ്. ED ഏത് BJPയുടെ ഒഴിച്ച് ബാക്കി മുഴുവൻ സർക്കാരുകളുടെ പൊതുശത്രുവാണ് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവന്മാർക്ക് 2 കിട്ടിക്കോട്ടെ എന്ന് ഇപ്പോഴത്തെ കേരള പോലീസ് വിചാരിച്ചു കാണണം. അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇത് കേരളത്തിൽ നടന്ന വലിയൊരു ക്രമക്കേടുകളുടെ പരമ്പരയുടെ ഒരു അറ്റം മാത്രമാണിത്. അതെ, ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇപ്പോൾ വളരെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരിത് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്ത് തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിന് പോലും. അതിനെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം, സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് നിലവിൽ നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നവരെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ സർക്കാർ പ്രതികരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല രാവിലെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞത് അറിഞ്ഞിരുന്നില്ല എന്ന് സമ്മതിച്ചു, അറിയാക്കി അത് തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞുള്ള സമയത്ത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവരെല്ലാവരും കാണുകയല്ലേ. അതായത് ഭരണം മാറിയിട്ടും ആഭ്യന്തര സെക്രട്ടറി അടക്കം മുൻ ഗവൺമെന്റിന്റെയാണ്. ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് ഒരുപാട് ആരോപണങ്ങളും പരാതികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. ആ ആളിനെ ആണ് ഇപ്പോഴും നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സിറ്റി പോലീസിലാണെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, എന്നേ പോലീസുകാരെ റീഷഫിൾ ചെയ്ത് വീണ്ടും മാറ്റേണ്ട ഒരു സമയം കഴിഞ്ഞു. സിറ്റി പോലീസിലാണെങ്കിലും പിന്നെ മ്യൂസിയത്തിലാണെങ്കിലും എവിടെ മിണ്ടാതെ നിന്ന് കൊടുത്തു എന്ന് മാത്രമല്ല, ഇവർ ഒത്താശ ചെയ്തു കൊടുത്തു. അതാണല്ലോ ഇവർ ഒത്തുതീർപ്പ് ചർച്ചയിൽ നമുക്ക് മനസ്സിലായത്. നിങ്ങൾ ആക്രമിക്കില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് ഇവരോട് ചെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ആക്രമിക്കുകയില്ല എന്ന്? ഇതൊരു മോബാണ്. മോബിന്റെ ഒരു, അതായത് ജനക്കൂട്ടം മോബ് സൈക്കോളജി എന്ന് പറയുന്നത് ആർക്കും അറിയാൻ കഴിയില്ല. ഏതായാലും ഒരുത്തന്റെ പിന്നെ ഒരു തെറിച്ച ചിന്ത മതി ഇതെല്ലാം കുളവാകും. മാത്രമല്ല, അകത്തുനിന്ന് പിണറായി ഇറങ്ങി വരാൻ കാരണം വീടിനകത്ത് വിളിച്ചിരുന്ന പിണറായി വെളിയിറങ്ങി നിന്ന കാര്യം ഈ മുറ്റം മുഴുവൻ നശിപ്പിച്ചവർ ഇവിടെ അത്രയും ബിയർ കുപ്പിയും തടിയും കല്ലും എല്ലായിടത്തും എറിയല്ലായിരുന്നു മുറ്റത്ത്. അതാണ് ഇപ്പൊ ഈ മോബ് സൈക്കോളജി മനസ്സിലാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. അത് മാത്രമല്ല, ആ വാഹനം ED ഉദ്യോഗസ്ഥരുടെ വാഹനം
കോൺവോയ് ഇല്ലാതെ ഇവരെങ്ങനെ ഇറക്കി വിട്ടെ? ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പോലീസ് നല്ല സംരക്ഷണം കൊടുത്ത് വേണമെന്ന് വാഹനം ഇറക്കി വിടാൻ. ഇത്രയും പോലീസ് വാഹനങ്ങളോട് ആകുമ്പോഴേ കൊണ്ടുപോകാൻ. അതെ, ഇത്രയും പിന്നെ അക്രമാസക്തരായി നിൽക്കുന്ന അന്തം കമ്മികളുടെ ഇടയിലേക്ക് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ വാഹനം ഇറങ്ങുമ്പോൾ അതിന്റെ അടുത്ത് ഒരു ഒറ്റ പോലീസുകാരൻ പോലും ഇല്ല. അതെ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ആസൂത്രിതമാണ്. ഇവർ ഈ ഇ ഡി ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതിനാരും സമാധാനം പറയുമായിരുന്നു? കേരള സർക്കാർ സമാധാനം പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ ഈ കേന്ദ്ര ഏജൻസികളിൽപ്പെട്ട ആൾക്കാർക്കാണ് ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഉറപ്പായിട്ടും ആ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിന് കേന്ദ്രം റിപ്പോർട്ട് ചോദിച്ചിരിക്കും കേരള സർക്കാരിനോട്. കേരള സർക്കാർ റിപ്പോർട്ട് ചോദിക്കും. കേരള സർക്കാർ ഇതിന് നടപടിയും എടുക്കേണ്ടി വരും. നടപടി ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് ഇതിനകത്ത് പ്രതിക്കൂട്ടിലാണ് ഈ വിഷയത്തിൽ. കാരണം ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ട ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ നാം കരുതുന്ന പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി പോലീസാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ് വന്നിട്ടില്ല, വന്നിട്ടില്ല. അപ്പോ അവരെന്താണ് ചെയ്തിരിക്കുന്നത്? അവരെ കൊല്ലാൻ വധശ്രമത്തിനാണ് കേസെടുക്കേണ്ടത്. ശരിക്കും വലിയ മാരകായുധങ്ങൾ, കമ്പ, തടിക്കട്ട ഇതെല്ലാം വെച്ചിട്ടാണ് ഇടിച്ച ഒരു വാഹനം കണ്ടാൽ നമ്മൾ നെഞ്ചത്ത് കൈവച്ചു. ആ വാഹനത്തിന്റെ ഉടമയൊക്കെ ഇപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് കാണും. അത്ര മോശം രീതിയിലാണ്. എന്ത് ചെയ്തിട്ടാണ്? അവർക്കൊരു ഓട്ടം വിളിച്ചു, അവർ ആ ഓട്ടത്തിന് വന്നു. ആ ഓട്ടത്തിന് വന്ന വാഹനം ഇവരടിച്ചു തകർക്കുകയാണ്. ഈ മോബ് എന്ന് പറഞ്ഞാൽ എന്താ, ഹൂളിഗാൻസ് എന്ന് പറഞ്ഞാൽ ഈ അന്തം കമ്മികൾ, ഗുണ്ടകൾ എന്നേ പറയാൻ പറ്റും. ഇതിനകത്തൊക്കെ എത്ര ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിനകത്തെ ഓരോരുത്തരുടെ പടം എടുത്ത് നോക്കുമ്പോൾ ഈ പോലീസ് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടാവും. ഈ അടിച്ചു തകർക്കുന്നവരുടെ ദൃശ്യങ്ങൾ മുഴുവൻ TV ചാനലുകളിലും ലഭ്യമാണ്. എത്ര പേരുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും അടിയന്തരമായി രമേശ് ചെന്നിത്തല ചെയ്യേണ്ടത്. ഇവരെ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് അടിയന്തരമായി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള കർശന നിർദ്ദേശം നൽകണം. അത് DGP അക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അടിയന്തരമായി നടപ്പിലാക്കുകയും വേണം. അതല്ലാതെ ഈ ഒരു സാമട്ടിലുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ നടക്കാൻ പോകുന്നില്ല. കർശന നിലപാട് സ്വീകരിച്ചല്ലാതെ എല്ലാത്തിനും സമായ ഒത്തീർപ്പിനും നടന്നാൽ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ ഇപ്പോൾ പിണറായിയോട് കാണിച്ചതിന് നിങ്ങളടുത്ത് കാണിക്കും. അല്ല, പിണറായിയുടെ കാലത്തെ പോലീസുകാർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമായിട്ട് ഈ SHO ഒക്കെ കൊണ്ടുവന്ന് ഈ മ്യൂസിയം സ്റ്റേഷനിലിട്ട് അയാളെ ജോലി ചെയ്ത് പിന്നെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. അതൊക്കെ ചുമ്മാതാണ്. കാരണം ഇവരൊക്കെ എന്താണെന്നറിയാമോ? ഇവരൊക്കെ ഒന്നുകിൽ ഇവരുടെയൊക്കെ വീട്ടിലോ അല്ലെ ബന്ധുക്കളോ ആയിട്ട് വലിയ കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരിവരെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പം എൻ്റെ ബന്ധുവായ ഒരു പോലീസുകാരനാണെന്ന് വിചാരിക്കും, ഞാൻ അയാൾക്ക് വേണ്ടി പോയി പറയത്തില്ല. മുമ്പാണെങ്കിൽ സമുദായ നേതാക്കൾ ഇടപെടുമായിരുന്നു. അതെ, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും വേണ്ടി സമുദായ നേതാക്കൾ ഇടപെടുമായിരുന്നു. അവനവൻ്റെ സമുദായത്തിലുള്ള നേതാവിനെ പോയി കാണും. സമുദായ നേതാവ് ഇടപെടുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് വൃത്തികേട് കാണിച്ചവനെയും അവിടെ നല്ല പ്ലം പോസ്റ്റുകൾ ഇരുത്തുക എന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥിരം രീതിയായിരുന്നു. അത് അവരെ കോൺഗ്രസ്സുകാരെ തല്ലിയവനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ഇപ്പം കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫിൽ പോലും കോൺഗ്രസ്സുകാരെ തല്ലിയവന്മാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് കോൺഗ്രസിന് വലിയ തോതിലുള്ള മെനക്കേട് വരുത്തി വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, ഇവർ വലിയ അട്ടിമറിയാണ് നടത്തി. ഇപ്പൊ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഇത് കേന്ദ്രത്തിൽ നിന്ന് സേന ഏജൻസികളെല്ലാം ഇങ്ങോട്ട് വരും. CBI അടക്കം വരും, NIA വരും. അവർ വന്നിട്ട് ഇതിനകത്ത് ഈ മോബ് സൈക്കോളജി, കലാപം ഉണ്ടാക്കിയവന്മാരുടെ കൂട്ടത്തിൽ തീവ്രവാദികളുണ്ടോ എന്നുള്ളത് അടക്കം ഇവർ പരിശോധിക്കും. കേരളത്തിൽ എവിടെ എന്ത് ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോഴും അവിടെ നുഴഞ്ഞു കയറുന്ന ഈ തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവരുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. കേരളത്തിൽ നടന്ന പല സംഭവങ്ങളിലും ഈ ഇമാതിരി കക്ഷികൾ കയറി പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഇവർ CPM-കാർ വിളിക്കണമെന്ന് പോലുമില്ല. അവർ അന്ന് സംഭവം കേട്ടത് ഞാൻ കയറി പറ്റും. പരമാവധി കേരളത്തിൽ കലാപം ഉണ്ടാക്കുക, രാജ്യത്തെ ആഭ്യന്തര സ്ഥിതി മോശമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും സ്ലീപ്പിംഗ് സെല്ലുകളുള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ട് CRPF തോക്കം പിടിച്ചുകൊണ്ട് അവിടെ എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അവർ ബുദ്ധിപൂർവ്വം ചെയ്തതായിരിക്കാം. അവർ വേണമെങ്കിൽ വെടിയൊക്കെ വയ്ക്കാമായിരുന്നു. പക്ഷേ വെടി വെച്ചാൽ അത് ഇവർ മുതലെടുത്ത് കൂത്തുപറമ്പാക്കും എന്നുള്ള കാര്യം അവർക്ക് അറിയാലോ. ഒരു ഉന്നതങ്ങളിൽ നിർദ്ദേശം വന്നു കാണും, നിങ്ങൾ വെടി വെക്കേണ്ട. ഇത്രയും വലിയ ഒരു വലിയ മോബ് സൈക്കോളജി മനസ്സിലാക്കിയാൽ നമുക്കറിയാം, ഇത്രയും വലിയൊരു ആക്രമാസക്തരായിരിക്കുന്ന ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തെ നേരിടാൻ വിരലിലെണ്ണാവുന്ന പോലീസുകാരെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ പരിപാടി വളരെ മോശമല്ലേ? രണ്ട് ആകാശത്തെങ്കിലും വെടി വെച്ചാൽ മതിയായിരുന്നു. അതെ, പിന്നെ ഇവർക്ക് വേറൊരു അബദ്ധം കൂടെ പറ്റി. നാളെ ഇവർ ഹർത്താൽ പ്രഖ്യാപിക്കാമെന്നൊക്കെ കരുതി ഇരുന്നതായിരിക്കും. അപ്പൊ നാളെ ബക്രീദായി, നാളെ പെരുന്നാളാണ്. ഇനി അന്ന് ഇത് വെച്ച് ബാക്കി ന്യൂനപക്ഷങ്ങളുടെ പണി കൂടെ മേടിക്കേണ്ട. ഒന്നാമതെ ന്യൂനപക്ഷങ്ങളെതിരെ ഉള്ള കുറച്ച് പിന്തുണയെങ്കിലും അത് പോകാതിരിക്കേണ്ടെന്ന് കരുതി അന്നൊന്നും അത് ചെയ്യാതിരുന്നത്. എന്താണെങ്കിലും ശരി, ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് CPM-ഉമായിട്ട് ചേർന്ന് ഈ പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് അടക്കം ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാവണം ഇന്ന് ഇവിടെ ഒരു വലിയ ആക്രമണം. തലസ്ഥാനത്ത് ഈ ഒരു അഴിഞ്ഞാട്ടം നടന്നെന്നുള്ള മനസ്സ് യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളുമില്ലാത്ത രീതിയിൽ തലസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിൻ്റെ താഴെ
റിസർവ് ബാങ്ക് പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥാപനം ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ റോഡിൽ കടന്ന് ഇത്രയും വലിയ പ്രശ്നം അതിക്രമങ്ങൾ നടത്തിയത് ഇവരെ കയ്യിൽ വേറെ സ്ഫോടക വസ്തുക്കളിൽ ഉണ്ടായിരുന്നല്ലോ നമുക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടി സ്വീകരിക്കുക ആഭ്യന്തരമന്ത്രി. ഒപ്പം ഈ കേരള പോലീസിനെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇതിൽ ഇടപെടാത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് കൊടുക്കണം, എന്താണ് സംഭവിച്ചതെന്നുള്ളത്.